നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനം വീട്ടിലുണ്ട്, സ്വന്തമായി വാഹനം ഓടിക്കണമെന്ന് അതിയ ആഗ്രഹമാണ്. പക്ഷെ 1-2 പ്രാക്ടീസ് പോയിട്ടും ഒരു വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഒന്ന് സ്വന്തമായിട്ട് എടുക്കാൻ ഒരു പേടി കൊണ്ട് മാറുന്നില്ല. ഞാനൊരു ചലഞ്ച് വെച്ചിട്ടുണ്ട് ഫേസ്ബുക്കിനകത്ത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഈ ജോ ഡ്രൈവിംഗ് എന്ന ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, 4 വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യുക, ഒരു 1-2 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആഴ്ചയിൽ ഓരോ ദിവസം നിങ്ങളെ ലൈവായിട്ട് വന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ച് അതിൽ നിന്നും കമന്റിൽ നിന്നും തെരഞ്ഞെടുക്കുന്നവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തവരായിരിക്കണം നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് ഒരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ഫ്രീ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഒന്ന് ഫോളോ ചെയ്യുക, 3-4 വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യുക, 1-2 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ജില്ലയിലാണെങ്കിലും അവിടെ വന്ന് നിങ്ങളുടെ വണ്ടിയിൽ ഒരു പ്രാക്ടീസ് ഞാൻ തരുന്നതായിരിക്കും. ഡ്രൈവിംഗ് സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ജോ ഡ്രൈവിംഗ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ വന്നിട്ടോ അല്ല ഫേസ്ബുക്കിൽ ചാനൽ വന്നിട്ടോ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താം. ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ സമയം കിട്ടുന്ന പോലെ വീഡിയോയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഡ്രൈവിംഗിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് സ്റ്റിയറിംഗ് ബാലൻസ് എന്നുള്ളത്. പലർക്കും ബുദ്ധിമുട്ടാണ്, സ്റ്റിയറിംഗിന്റെ ബാലൻസ് കൺട്രോൾ കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ വീടിന്റെ മിറ്റത്ത് നിറക്കാതെ ഇടുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് പല വീടുകളിലും ഉള്ളിലൊക്കെയാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ ഒരു വണ്ടി എടുത്താൽ സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റും. ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡ് തട്ടും അല്ലെങ്കിൽ റൈറ്റ് സൈഡ് തട്ടും. ആ സ്റ്റിയറിംഗിന്റെ കൺട്രോൾ കിട്ടുന്നില്ല. അപ്പൊ എങ്ങനെയാണ് എളുപ്പത്തിൽ സ്റ്റിയറിംഗിന്റെ ബാലൻസ് പഠിച്ചെടുക്കുക? എന്തെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം? എങ്ങനെയാണ് കൃത്യമായിട്ട് സ്റ്റിയറിംഗിൽ പിടിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ആണ് ഞാൻ ഇതിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. വീഡിയോ ഇച്ചിരി ലെങ്തി ആണ്, നിങ്ങൾ കട്ട് ചെയ്ത് പോരുത്. എന്റെ ക്ലാസ്സിന് നേരിട്ട് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നു നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ നേരിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഈ ട്രിക്ക് ടിപ്സ് എന്താണ് വീഡിയോയുടെ പറയുന്നത് വെച്ചാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. ഒരാളുടെ മിസ്റ്റേക്ക് അല്ല മറ്റൊരാൾക്ക്, മറ്റൊരാളുടെ മിസ്റ്റേക്ക് അല്ല മറ്റൊരാൾക്ക്. ക്ലാസ്സിൽ കയറി ഇരുന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരും. കാരണം നിങ്ങൾക്ക് തോന്നുന്ന മിസ്റ്റേക്ക് അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ 1-2 പ്രാക്ടീസിന് പോയിട്ടും നിങ്ങൾക്ക് ആ വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റാതെ വരുന്നത്. ഇപ്പൊ എന്നോട് ക്ലാസ്സിന് എടുത്തിട്ട് ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ അവരും പല പല കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. ഇന്ന മിസ്റ്റേക്കാണ് എന്റെ മിസ്റ്റേക്ക്, മറ്റേ ആൾ വന്ന് പറഞ്ഞിട്ട് ഇന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു, മറ്റേ ആൾ വന്ന് പറഞ്ഞ് ഇന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു, മറ്റൊരു വീട്ടുകാർ വന്ന് പറഞ്ഞിട്ട് ഇന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നു. ഞാൻ സാധാരണ അവരെ വണ്ടി ഓടിപ്പിക്കുന്നത് ഞാൻ അവരെ ചുമ്മാ ഡ്രൈവിംഗ് സീറ്റ് കയറ്റി ഇരുത്തിയിട്ട് അവരുടെ മിസ്റ്റേക്ക് പറയും. വണ്ടി ഓടിപ്പിക്കുന്നതിന് ഇന്ന മിസ്റ്റേക്കാണ്, ഈ മിസ്റ്റേക്ക് മാറിയാൽ വണ്ടി ഓടിക്കാം. ഇത് കൃത്യമായിട്ട് അത് തെളിയിപ്പിച്ച്, അതുകൊണ്ടാണ് ഞാൻ ആരെയും സ്റ്റിയറിംഗെ പോലും തൊടാതെ വണ്ടി ഓടിപ്പിച്ചുകൊണ്ട് പോകാനുള്ള കാരണം. അവരുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി ചെയ്യിപ്പിച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് 1 ഡേ ട്രെയിനിങ് ക്ലാസ് കൊണ്ട് ഞാൻ അത്രയും തെളിവ് സഹിതം നിങ്ങളെ, അല്ലാതെ എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ല ഞാൻ വീഡിയോ ആയിട്ട് എടുക്കുന്നത്. ഞാനത് ആ ഒരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് കൊണ്ട് തന്നെ അവരുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനത് കാണിക്കാനുള്ള കാരണം അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് എളുപ്പത്തിൽ പഠിച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പല പല വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. പലരും വന്ന് കമന്റായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം കാണുന്നവർക്ക് തോന്നും ഇതെന്താ എപ്പോഴും ഈ വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതെന്ന് തോന്നും. ആ വീഡിയോ കാണാത്തതുകൊണ്ടായിരിക്കും പലരും വന്ന് കമന്റായിട്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ ചാനലിനകത്ത് പല വീഡിയോയിലും പലരും കാണാത്തവരുണ്ട്. ആ വീഡിയോ ഏതെങ്കിലും വീഡിയോ കാണുമ്പം ഇന്ന ഒരു വീഡിയോ ഞാൻ കമന്റായിട്ട് ചോദിക്കാറുണ്ട്, ഞാൻ വീഡിയോ പറയാറുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം കമന്റായിട്ട് ചോദിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ആ കമന്റ് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എങ്ങനെയാണ് സ്റ്റിയറിംഗിന്റെ ബാലൻസ് എളുപ്പത്തിൽ പഠിച്ചെടുക്കുന്നത്? നമ്മൾ ഒരു കാരണവശാലും നമ്മൾ റോഡിലോട്ട് ഇറങ്ങി ഒരു വണ്ടി റോഡിൽ ഓടിച്ചുകൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് പെട്ടെന്ന് കിട്ടില്ല. കാരണം നമ്മുടെ കൈയും കാലും കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ കൈയും കാലും എത്രത്തോളം നമ്മൾ തന്നെ ബോധ്യം വരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിയറിംഗിൽ ഒന്ന് കറക്കി 2 കൈ കൊണ്ടൊന്ന് കറക്കി നോക്കണം എത്രത്തോളം സ്പീഡിൽ അതിൽ കിടന്ന് നമ്മുടെ കൈ തിരിയുന്നുണ്ട്. കാരണം ഒരു സ്റ്റിയറിംഗിന്റെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ തിരിയാനുണ്ട്. അതായത് ഒരു വീലിന്റെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ തിരിയാനുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങേ അറ്റത്തോട്ട് തിരിയുമ്പോഴും എത്രത്തോളം നമ്മുടെ കൈ അതേ കിടന്ന് സ്പീഡായിട്ട് നമുക്ക് വരുന്നുണ്ട്, എത്ര സമയം കൊണ്ട് നമുക്ക് ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ തിരിയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പ്ലെയിനായ സ്ഥലങ്ങളിൽ ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് അവിടെ തട്ടാനില്ല, മുട്ടാനില്ല, ആരെയും ശ്രദ്ധിക്കേണ്ട, വണ്ടി വരുമെന്ന് ശ്രദ്ധിക്കേണ്ട, ആള് വരുമെന്ന് ശ്രദ്ധിക്കേണ്ട. അപ്പൊ എത്ര സമയം കൊണ്ട് നമുക്ക് തിരിഞ്ഞു വരുമെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം നമുക്കൊരു വളവിന് ചെന്ന് നമുക്ക് ഒരു സമയം എടുത്തുകൊണ്ട് നമുക്ക് തിരിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് പെട്ടെന്ന് ആ വണ്ടിയുടെ സ്പീഡിനനുസരിച്ച് നമുക്ക് തിരിഞ്ഞു വരേണ്ടതാണ്. അപ്പൊ എത്ര സമയം കൊണ്ട് തിരിയുന്നുള്ളതും. അപ്പൊ നമ്മളായിട്ട് സ്പീഡ് കൂട്ടാനൊന്നും നോക്കണ്ട. നിങ്ങളുടെ കൈ അതിൽ എത്രത്തോളം നിങ്ങൾ ഇത് കണ്ടില്ല, ഞാൻ അത് കാണിച്ചു തരാം. ഇതാണ് ഇങ്ങനെ ഈ ഒരു കൈ ഇങ്ങനെ തിരിയുമ്പം എത്ര സമയം കൊണ്ടാണ് അങ്ങേ അറ്റം വരെ പോകുന്നത്. ഈ ഒരു ബാലൻസ് നമ്മളിപ്പോ ഈ ഒരു സ്പീഡ് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഈ ഇത്ര സ്പീഡിൽ നമുക്ക് ഇത്ര സമയം കൊണ്ട് അങ്ങേ അറ്റത്ത് നിങ്ങൾ അറ്റം വരെ ആദ്യം വരണമെന്നില്ല. 1, 2, 3 പ്രാവശ്യം നിങ്ങൾ അങ്ങനെ ഒന്ന് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് അത് ബാലൻസ് ആവണമെന്നില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ എത്ര സമയം കൊണ്ട് അത്ര സമയം കൊണ്ട് ഇങ്ങേറ്റത്ത് അങ്ങേറ്റത്തോട്ട് വരുന്നുണ്ട്. അപ്പം ഇത് സ്റ്റിയറിംഗ് മുറുകെ പിടിക്കാനുള്ളതാണോ അല്ല ഒരു അളവിന് പിടിക്കാനുള്ളതാണോ? കാരണം പലരും പഠിച്ചു വെച്ചിരിക്കുന്നത് ഈ 9.25 പിടിച്ചുകൊണ്ട് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ.
പലർക്കും സംശയം. കാരണം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നിടത്തെല്ലാം എന്നോട് ചോദിക്കുന്നുണ്ട്, സാറേ ഇങ്ങനെയല്ലേ സ്റ്റിയറിംഗ് പിടിക്കേണ്ടത്, ഇങ്ങനെയല്ല സ്റ്റിയറിംഗ് പിടിക്കേണ്ടത്. കാരണം പലരും പറഞ്ഞു കൊടുത്തേക്കുന്നത് ഇങ്ങനെ പിടിക്കണം എന്നാണ്. നമുക്ക് ഈ 9.25 പിടിച്ചുകൊണ്ട് നമുക്കൊരു വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല. കാരണം എനിക്ക് ഇങ്ങോട്ട് തിരിയണം വണ്ടി. ഈ 9.25 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കൈ മാറ്റിയാൽ 9.25 ആവില്ലല്ലോ, പിടിച്ചോണ്ട് തന്നെ ഇരിക്കണമല്ലോ. അപ്പൊ ഞാൻ ഈ 9.25 തന്നെ പിടിച്ചാൽ എനിക്ക് അങ്ങോട്ട് തിരിയണം എന്നുണ്ടെങ്കിൽ കണ്ടല്ലേ, ഈ 9.25 വെച്ചോണ്ട് നമുക്ക് തിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കൈ മാറുന്നുള്ളത് 9.25 തന്നെ ആണോന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു അളവ് 9.25 10 10 8 20 പിടിച്ചോണ്ട് നമുക്ക് സ്റ്റിയറിംഗ് നമുക്ക് തിരിക്കാൻ കഴിയത്തില്ല. ഈ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ കൈ ചിലപ്പോൾ മുകളിൽ വരാം, താഴെ വരാം, ഏതേലും ഭാഗത്ത്. അപ്പൊ നമുക്ക് എത്രത്തോളം നമ്മുടെ കൈയുടെ അളവോ അല്ലെങ്കിൽ പിടിക്കേണ്ട പോയിന്റോ അല്ല നമ്മൾ പഠിക്കേണ്ടത്, തിരിക്കുന്നത് എത്രത്തോളം നമുക്ക് സ്പീഡിൽ കിട്ടുന്നുണ്ടോ. കാരണം നമുക്ക് റോഡിൽ കൂടെ ഓടിച്ചോണ്ട സമയത്ത് പെട്ടെന്ന് നമുക്ക് തിരിയാനുണ്ട്, വണ്ടിയുടെ സ്പീഡ് കൂട്ടി തിരിയാനുണ്ട്, സ്പീഡ് കുറഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിഞ്ഞു വരാനുണ്ട്. അപ്പൊ സ്പീഡിന്റെ ആ കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിഞ്ഞു വരുന്നുണ്ടോ. ഈ ഒരു ബാലൻസ് കിട്ടി കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ. നിങ്ങളെ പ്ലെയിൻ ആയ ഒരു സ്ഥലത്ത് തന്നെ, അതായത് വീതി കൂടിയ വളവുകളില്ലാത്ത ഒരു റോഡിൽ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനത് ഓടിച്ച് കാണിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ പലർക്കും തോന്നാം. ഈ ചെയ്യേണ്ട പോയിന്റുകളും കാര്യങ്ങളുമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഞാൻ അത് കണ്ടോ, ഇത് കണ്ടോ, അങ്ങോട്ട് ഇങ്ങോട്ട് ഇത് കണ്ടോ, ഇങ്ങനെ ചെയ്താൽ എളുപ്പമാവെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കാണിച്ച ചിലപ്പം ആ സമയത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെ ഞാൻ ആ കാണിക്കുന്നിടത്തെ ആ ലൊക്കേഷനുകളും വണ്ടിക്കകത്ത് സ്റ്റിയറിംഗ് മാത്രം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ചെയ്യേണ്ട പോയിന്റുകൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ നിർത്തി ഈ കാര്യങ്ങൾ ഈ പറഞ്ഞു തരാനുള്ള കാരണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണിത്. പ്ലെയിനായ സ്ഥലത്ത് ഇതുപോലെ നമ്മൾ എല്ലാ ഗ്രൗണ്ടുകളിൽ ചെന്നിട്ട് ഇതുപോലെ ചെയ്യുക. അതിനുശേഷം വളവുകളില്ലാത്ത സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളിൽ നിങ്ങളെ ഗിയറിലോട്ട് ഒരു കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനനുസരിച്ച് ചെയ്യുന്നുണ്ടോ, എത്രത്തോളം ആ കൈ ആ റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി മറിഞ്ഞ് മാറുന്നുണ്ട്, കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ. ഗിയർ മാറുമ്പോൾ നമുക്ക് ഗിയർ മാറുന്ന സമയത്ത് ഒരു കയ്യേ സ്റ്റിയറിംഗിനുള്ളൂ. ആ സമയത്ത് നമുക്ക് ഗിയർ പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് നമുക്ക് കൈ മാറുമ്പം കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്നുണ്ടോ, ഇത് നമ്മൾ കൃത്യമാണ്. കാരണം നമുക്ക് 3 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഗിയർ മാറുമ്പോൾ ക്ലച്ച് ചവിട്ടാനുണ്ട്, സ്റ്റിയറിംഗ് കയ്യിൽ നിന്ന് പോകാതിരിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകാതെ തന്നെ സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഗിയർ ഇടാൻ കഴിയുന്നുണ്ടോ. ഈ ഒരു ബാലൻസ് കിട്ടിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാവും, നിങ്ങൾ അല്ലാതുള്ള റോഡുകളിൽ, അതായത് ചെറിയ റോഡിലൊന്നും ആദ്യമേ പോയി ഇത് നോക്കാൻ നിൽക്കരുത്. ഒരു കൈ കൊണ്ടൊക്കെ പോയി ഗിയർ മാറാൻ നിൽക്കുന്നത് അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ അടുത്ത് നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് നമുക്ക് തന്നെ നമ്മുടെ കൈയൊക്കെ വെയിറ്റുകളൊക്കെ, കാരണം ഭാരത്തോടു കൂടിയാണ് എല്ലാവരും സ്റ്റിയറിംഗ് പിടിക്കുന്നത് തുടക്കക്കാരെന്ന് പറഞ്ഞാൽ. അവരുടെ ഈ ഭാരങ്ങൾ കുറയണം, അത് ബാലൻസ് ആകുന്നതനുസരിച്ച് ഭാരം തന്നെ കുറയും, വെയിറ്റ് കുറയും. ചുമ്മാ അന്നേരം തന്നെ അവർക്ക് തന്നെ മനസ്സിലാകും സിമ്പിളായിട്ട് പിടിക്കാനുള്ള സാധനമാണ് സ്റ്റിയറിംഗ് എന്നും മുറുകെ പിടിക്കാനുള്ള സാധനമല്ലെന്നും. ഈ ഒരു അളവ് നോക്കിക്കൊണ്ട് പിടിക്കുന്ന സമയത്തോട്ട് നമ്മൾ അവിടുന്ന് കൈ അയ്യാത്തോണ്ടാണ് ഈ സ്റ്റിയറിംഗ് തിരിയാത്തതെന്നും കൃത്യമായ കാര്യം അവർക്ക് ബോധ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെ ചെയ്ത് തോറും എന്ത് ചെയ്യും, നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും, സ്റ്റിയറിംഗിന്റെ ബാലൻസ് ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനും കൺട്രോളോടുകൂടി നമുക്കൊരു ഏത് റോഡിലും നമുക്കൊരു വാഹനം പേടി കൂടാതെ ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ, ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് ഒന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അറിയാവുന്നവരൊന്നും ഈ ഒരു വീഡിയോ കാണണമെന്നേ ഇല്ല, അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ജോ ഡ്രൈവിംഗ് എന്ന ഈ ചാനലിൽ വന്നിട്ട് ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമന്റ് ആയിട്ട് ചെയ്യുക. ഞാൻ സമയം കിട്ടുന്ന പോലെ നിങ്ങളെ വീഡിയോ രൂപത്തിൽ കാണിച്ചിരുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ എന്തോരം യൂസ്ഫുൾ ആയി എന്നുള്ളതും അത് കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.